നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇത്രയ്ക്ക് മണ്ടനായിട്ടുള്ളൊരു യൂട്യൂബർ വേറെ ആരും കാണില്ല. സഞ്ജു ടെക്കി. ആവേശം സിനിമ കണ്ടിട്ട് അതിനകത്തിലെ പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് കാറിനകത്ത് ടാർപ്പാളൻ കെട്ടി അതിൽ വെള്ളം ഒഴിച്ച് റോഡിൽ കൂടെ ഓടിച്ചു. അത് നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പ് കാണുകയും ഇവന്മാരെ പിടിച്ചുകൊണ്ട് പോവുകയും 1 വർഷത്തേക്ക് ലൈസൻസ് റദ്ദാക്കുകയും പിന്നെ ഉള്ള കലാപരിപാടികൾ പുറവെ വരുന്നതുമായിരിക്കും. ഇത് തിന്നിട്ട് എല്ലിനിടെ കയറിയതാണോ അതോ എല്ലിനിടെ കയറാൻ വേണ്ടി തിന്നുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ കഴപ്പ് ഏതായാലും അങ്ങ് തീർന്നു, ആ സോക്കേടായതായാലും അങ്ങ് തീർന്നു. പണമുള്ളതിൻ്റെ അഹങ്കാരം, പണമുള്ളതിൻ്റെ ധാഷ്ട്യം. ഒരു പെണ്ണിനെ പറഞ്ചം നാണം കെടുത്തിയതിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ. ദൈവം ഒരുത്തൻ്റെ പങ്കല്ലെന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്. അതിനുള്ള പണി അവന് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഏത് രീതിയിലും നാണം കെട്ടാനും വേണ്ടിയില്ല, കണ്ടന്റ് ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സഞ്ജു ടെക്കി. ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ബ്ലോഗിലൂടെ അറിയിക്കുന്ന ഒരു വ്യക്തി. എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും തിരിഞ്ഞതെല്ലാം കൊത്തിയാലും ശരി തന്നെ നെഗറ്റീവിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട നയത്തിലൂടെ മുന്നോട്ട് വന്നൊരു യൂട്യൂബർ. എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ സഞ്ജു ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അതായത് ഈ കാണുന്ന കാറുകളോ ഈ ഇത്ര വലിയ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ്റെ ബ്ലോഗിങ്ങിലൂടെയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ കാണുന്ന ആഡംബര ജീവിതമെല്ലാം. എന്നാൽ എന്തിനോടായാലും ഏത് രീതിയിൽ പണം ഉണ്ടാക്കിയാലും അതിനോടൊരു അനാദരവ് കാണിക്കുന്ന രീതിയിൽ, പണത്തിനോടൊരു അനാദരവ് കാണിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് സഞ്ജു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ഇതെന്നല്ല പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. കുറച്ചു കാലം മുമ്പ് വരെ ഒരു പെണ്ണിനെ കൊണ്ടുവരണമെന്നായിരുന്നു കണ്ടന്റ് കാറിനകത്തിലിരിക്കുന്നു, Q&A ചെയ്യുന്നു, ഗിഫ്റ്റുകൾ കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, കരയുന്നു, ശോകം, ബ്രേക്ക് ഓൺ ഇങ്ങനെയായിരുന്നു. ലാസ്റ്റ് അവളെ തേച്ച് മൂഞ്ചിച്ച് കൈ കൊടുത്തു. സമൂഹത്തിന് മുന്നിൽ അവൾക്ക് നല്ലൊരു പേരുമാക്കി കൊടുത്തു. അവളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം വിളിച്ചു നിരത്തി അവളെ വിട്ടതിന് ശേഷം വിത്തിൻ 1 വീക്ക് അതിനുള്ളിൽ വേറെ ഒരെണ്ണത്തിനെ സെറ്റപ്പാക്കി. ഇപ്പം അതിനെയും കൊണ്ടുള്ള കറക്കമായിരുന്നു. അതിനെയും കൊണ്ട് കറങ്ങി അപ്പം കറങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ എല്ലിനിടെ കയറുമല്ലോ, എന്തെങ്കിലും ഒരു ഞൊളപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. ആ ഞൊളപ്പിൻ്റെ പണിയാണ് ഇപ്പം എൻ്റെ പൊന്നുമോന് കിട്ടിയത്. ഞൊളച്ചുകൊണ്ടിരിക്കുക ഇപ്പം. എന്തൊരു ഡീസൻ്റാ ഈ അവിടെ പോയി കയ്യും കെട്ടിയൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. എന്തൊരു ഡീസൻ്റാ. പണത്തിൻ്റെ അഹങ്കാരവും ധാഷ്ട്യവുമാണ് ഈ കാണിക്കുന്നത്. അതില്ലാതാവുമ്പോഴേ നിനക്ക് അതിൻ്റെ വില അറിയുകയുള്ളൂ. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ളൊരു വ്യക്തി പറയുന്നു, പല രീതിയിലുള്ള അപകടങ്ങൾ ഇവർ ഈ കാണിച്ച ഈ അഭ്യാസത്തിൽ പല രീതിയിലുള്ള അപകടങ്ങൾ നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. റോഡിലൂടെ വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് പോകുന്ന സമയത്ത് ലീക്കേജ് ഉണ്ടാവുകയും അതിൽ നിന്ന് റിയാക്ഷൻസ് ഉണ്ടാവുകയും അതുവഴി പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുകയും അങ്ങനെ വണ്ടി സ്റ്റോപ്പായി പോകുന്നു. അതൊരു സ്കൂളിൻ്റെ വാതൊക്കെ വെച്ചിട്ടായിരുന്നു വണ്ടി സ്റ്റോപ്പാവുന്നത്. സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഈ വണ്ടിക്കകത്തിലിരുന്ന് ഇവന്മാർ തന്നെ പരിഭ്രാന്തിയിലായി. അപ്പം നാട്ടുകാർ ഇടപെട്ടു. അങ്ങനെ വെള്ളം അഴിച്ചുവിട്ട് ആ പബ്ലിക് പ്ലേസിലെ മുഴുവൻ വെള്ളമാക്കി. അങ്ങനെ ഇവന്മാർ കാണിക്കുന്ന ഈ തോന്നിവാസത്തിന് ബലിയാടാവുന്നത് മറ്റു പലരുമാണ്. അതിൽ മറ്റു രീതിയിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ ഒരു അപകട രൂപീകരണം നടക്കുകയായിരുന്നുണ്ടല്ലോ, ഒരു അപകടത്തിലോട്ട് പോവുകയായിരുന്നുണ്ടല്ലോ. എത്ര ജീവനുകൾക്കാണ് ഇവന്മാർ സമാധാനം പറയുക, എത്ര ജീവിതങ്ങൾക്ക്. അതുപോലെ തന്നെ ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവന്മാരുടെ ഈ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമോ ആ കുടുംബത്തിന്? ഇപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ഇവന്മാർക്ക് കിട്ടുവാണെങ്കിൽ പോട്ടെ. അവിടെ സ്കൂൾ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു, കുറേ മറ്റ് ആൾക്കാരുണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് ഒരു ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ജീവൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവന്മാരുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് ആ ജീവൻ തിരിച്ച് മേടിക്കാൻ പറ്റുമോ? അത് തിരിച്ച് എടുക്കാൻ പറ്റുമോ? ഇവന്മാർക്ക് 1 വർഷത്തേക്കെന്നല്ല, ലൈസൻസ് കൊടുക്കാനേ പാടില്ല. ഇവന്മാർ ലൈസൻസ് കൊടുക്കാനും പാടില്ല, ഇവന്മാർ വണ്ടി ഓടിക്കാനും പാടില്ല. സഞ്ജു ടെക്കിയുടെ മിക്കവാറുമുള്ള വീഡിയോസിനകത്തിലെ കണ്ടന്റാണ് കാറുമായി ബന്ധപ്പെട്ട കണ്ടന്റായിരുന്നു. നേരത്തെ ഒരു സഫാരിയും കൊണ്ട് നടന്നിട്ട് അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നു. കുറേ തെറിവിളിയും ചീത്തവിളിയായിരുന്നു. അതൊരു കണ്ടന്റായിരുന്നു കുറേ നാളത്തേക്ക്. ഇപ്പോൾ ഇതൊരു കണ്ടന്റായിട്ട് അവൻ കൊണ്ടു നടക്കും. ഇവനെയൊന്നും പുറം ലോകം കാണിക്കരുത്.